ഹലോ ഡിയേഴ്സ്, SSLC മാത്സിലെ രണ്ടാമത്തെ ചാപ്റ്റർ ആയിട്ടുള്ള സർക്കിൾസ് ആൻഡ് ആംഗിൾസ് എന്ന് പറയുന്ന ചാപ്റ്ററിൽ നിന്നുള്ള തെളിയിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യങ്ങളാണ് നമ്മൾ ഓരോന്നായിട്ട് ചെയ്ത് നോക്കാൻ പോകുന്നത്. ഇവിടെ ചിത്രത്തിൽ കാണുന്ന ABCD എന്ന് പറയുന്നത് ഒരു ഐസോസിലസ് ട്രപ്പീസിയമാണ്, സമപാർശ്വലംബകമാണ്. അങ്ങനെയാണെങ്കിൽ അത് ചക്രീയമാണ് അഥവാ സൈക്ലിക് ആണ് എന്നെങ്ങനെ പ്രൂവ് ചെയ്യും? അതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഓക്കെ, ഇവിടെ ചിത്രത്തിൽ നിങ്ങൾ കാണുന്ന ABCD എന്താണ്? ഇറ്റ്സ് ആൻ ഐസോസിലസ് ട്രപ്പീസിയം. ABCD എന്ന് പറയുന്നത് ഒരു സമപാർശ്വലംബകമാണെങ്കിൽ അത് സൈക്ലിക് ആണെന്ന് തെളിയിക്കണം. ABCD ഒരു സമപാർശ്വലംബകമാണ്. ABCD സമപാർശ്വലംബകമാണെങ്കിൽ അതിൽ നിന്ന് നമുക്ക് പറയാൻ പറ്റുന്ന ഒരു കാര്യമുണ്ട്. ലംബകം എന്ന് പറയുമ്പോൾ അതിന്റെ രണ്ട് ജോഡി സൈഡുകളെ കുറിച്ച് പറയാൻ പറ്റൂല. ഒരു ജോഡി വശങ്ങൾ സമാന്തരമാണ്. എന്താണ്? One pair of sides are parallel. അതിന്റെ ഒരു ജോഡി വശങ്ങൾ സമാന്തരമാണ്. Therefore, AB എന്ന് പറയുന്നത് parallel to CD ആണ്. Okay. AB എന്താണ്? Parallel to CD ആണ്. സൈക്ലിക് ആണ് എന്ന് മക്കളോട് തെളിയിക്കാൻ പറഞ്ഞാൽ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആംഗിളുകൾ കൂട്ടിയാൽ 180 ഡിഗ്രി ആണെന്ന് നിങ്ങൾ തെളിയിക്കാം. ഇതാണ് ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി ആണെന്നാണ് നമുക്ക് കാണിക്കേണ്ടത്. അതായത് ആംഗിൾ എയും ആംഗിൾ സിയും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി ആണെന്ന് തെളിയിക്കണം. പക്ഷെ ഇവിടെ ABയും CDയും പാരലൽ ആയതുകൊണ്ട് നമുക്ക് പറയാം ആംഗിൾ എയും ആംഗിൾ ഡിയും കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ആയിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും. അതിന്റെ കാരണം എന്താണ്? They are co-interior angles. എന്താണ്? Co-interior angles അഥവാ ആന്തര സഹകോണുകൾ. ശ്രദ്ധിച്ചേ, രണ്ട് ലൈൻ ഇങ്ങനെ പാരലൽ ആണെങ്കിൽ അതിനെ വേറൊരു ലൈൻ കട്ട് ചെയ്യുമ്പോൾ ഉള്ളിലുണ്ടാവുന്ന രണ്ട് ആംഗിൾസും ഒരേ സൈഡിൽ ഉള്ളിലുണ്ടാകുന്ന രണ്ട് ആംഗിൾസ് ശ്രദ്ധിച്ചോ. പാരലൽ ലൈനെ കട്ട് ചെയ്യുമ്പോൾ ഒരേ സൈഡിൽ ഉണ്ടാകുന്ന രണ്ട് ആംഗിൾസും കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 180 ഡിഗ്രി. റീസൺ co-interior angles അഥവാ ആന്തര സഹകോണുകൾ. അത് ആന്തര സഹകോണുകളാണ്. അതുകൊണ്ട് തന്നെ ആംഗിൾ എയും ആംഗിൾ ഡിയും കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രിയാണ്. അത് മാത്രമല്ല, ഒരു ഐസോസിലസ് ട്രപ്പീസിയം ആണെങ്കിൽ അതിൻ്റെ പാരലൽ ആയിട്ടുള്ള സൈഡിന്റെ മുകളിലുള്ള രണ്ട് ആംഗിളും ഈക്വൽ ആയിരിക്കും. ആംഗിൾ സി എന്ന് പറയുന്നതും ആംഗിൾ ഡി എന്ന് പറയുന്നതും ഈക്വൽ ആണ്. നമുക്കറിയാം ആംഗിൾ എനോട് ആംഗിൾ ഡി കൂട്ടിയാൽ 180 ഡിഗ്രി ആണ്. ആ പറയുന്ന ആംഗിൾ ഡി എന്തിന് ഈക്വലാ? ആംഗിൾ ഡി ആംഗിൾ സിക്ക് ഈക്വലുമാണ്. ആംഗിൾ ഡി എന്ന് പറയുന്നത് ആംഗിൾ സിക്ക് ഈക്വൽ ആണ്. സോ നമുക്ക് ഈ കാണുന്ന ഒന്നാമത് നമ്മൾ എഴുതിയ ഇക്വേഷൻ ഉണ്ടല്ലോ, ആ ഇക്വേഷനിൽ ആംഗിൾ ഡിക്ക് പകരം എന്ത് കൊടുക്കാം? ആംഗിൾ സി കൊടുക്കാം. ഓക്കെ, therefore ആംഗിൾ എ പ്ലസ് ആംഗിൾ സി ചെയ്ത് കഴിഞ്ഞാൽ എന്താണ്? 180 ഡിഗ്രി. ആംഗിൾ എയും ആംഗിൾ സിയും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി ആണ്. അതുകൊണ്ട് നമുക്ക് എന്ത് പറയാം? therefore ABCD is a cyclic quadrilateral. ABCD എന്ന് പറയുന്നതാണ് ഒരു സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണ്, ചക്രീയ ചതുർഭുജമാണ്. ABCD ചക്രീയ ചതുർഭുജമാണ്. ABCD എന്താണ്? ചക്രീയ ചതുർഭുജമാണ് എന്ന് നിങ്ങൾക്ക് പറയാം. ഇതാണ് നമ്മളുടെ ആദ്യത്തെ പ്രൂഫ്. ഒന്നാമത് നമ്മൾ ചെയ്യുന്ന പ്രൂഫ് സെറ്റാണെന്ന് വിചാരിക്കുന്നു. ഇതുപോലെ മറ്റൊരു ചോദ്യം നമ്മൾ ചെയ്യാൻ പോവാണ്. എല്ലാവരും ശ്രദ്ധിച്ചു.
ടെക്സ്റ്റ് ബുക്കിലുള്ള ക്വസ്റ്റ്യൻ. പ്രൂവ് ദാറ്റ് സർക്കിൾ ഡ്രോൺ ഓൺ ദ ഈക്വൽ സൈഡ്സ് ഓഫ് ആൻ ഐസോസിലസ് ട്രയാങ്കിൾ. ശ്രദ്ധിച്ചോ, ഈ കാണുന്ന രണ്ട് ട്രയാങ്കിളിന്റെയും ഡയമീറ്റർ എന്ന് പറയുന്നത് ഈ പറയുന്ന ഐസോസിലസ് ട്രയാങ്കിളിന്റെ ഈക്വൽ സൈഡുകളാണ്. ഇത് രണ്ടും ഈക്വൽ ആയിട്ടുള്ള സൈഡുകൾ, ഐസോസിലസ് ട്രയാങ്കിളിന്റെ ഈക്വൽ ആയിട്ടുള്ള സൈഡുകൾ. ഇതിന് ഞാൻ പേര് കൊടുക്കുകയാണ് മക്കളെ, ശ്രദ്ധിച്ചോ, ABC. ഇവിടെ AB എന്ന് പറയുന്നതും BC എന്ന് പറയുന്നതാണ് രണ്ട് സർക്കിളുകളുടെ ഡയമീറ്റർ, രണ്ട് സർക്കിളുകളുടെ ഡയമീറ്റർ. അപ്പോൾ അത് രണ്ടും കൂടെ കടന്നു പോകുന്ന D എന്ന് പറയുന്ന പോയിന്റ് ഉണ്ടല്ലോ, അത് രണ്ടും കടന്നു പോകുന്ന D എന്ന് പറയുന്ന പോയിന്റ് എല്ലാവരും ശ്രദ്ധിച്ചു. AC എന്ന് പറയുന്നതും BC എന്ന് പറയുന്നതും ഡയമീറ്റർ ആണ്. അങ്ങനെയാണെങ്കിൽ ഈ D എന്ന് പറയുന്നത് ABയുടെ മധ്യബിന്ദുവാണ് എന്ന് തെളിയിക്കണം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ സർക്കിൾ പാസ് ചെയ്യുന്നത്, രണ്ട് സർക്കിളും പാസ് ചെയ്യുന്നത് ഇതിലൂടെയാണ്, താഴത്തെ സൈഡിന്റെ മിഡ് പോയിന്റിലൂടെ, മധ്യബിന്ദുവിലൂടെയാണ്. ഓക്കെ, അതാണ് നമ്മൾ തെളിയിക്കേണ്ടത്. എങ്ങനെ തെളിയിക്കുന്നു? വല്ല ഐഡിയ മക്കൾക്ക് ഉണ്ടോ? എങ്ങനെ തെളിയിക്കുമെന്ന കാര്യത്തിൽ എന്തെങ്കിലും ഐഡിയ നിങ്ങൾക്കുണ്ടോ? എല്ലാരും കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ, അടിപൊളിയായിട്ട് പഠിക്കാം. ഓക്കെ, നമ്മളിതാ അടിപൊളിയായിട്ട് പഠിക്കാൻ പോവാണ്. യെസ്, എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. നമ്മളിത് കൃത്യമായിട്ട് തെളിയിക്കും. നമുക്ക് തെളിയിക്കേണ്ടത് D എന്ന് പറയുന്നത് ABയുടെ മധ്യബിന്ദു ആണെന്നാണ്. ഓക്കെ, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം AC എന്ന് പറയുന്നതും BC എന്ന് പറയുന്നതും ഈക്വൽ ആണ് അല്ലേ? നമുക്ക് തെളിയിക്കണം D എന്ന് പറയുന്നത് എന്താണ്? മധ്യബിന്ദു ആണ് എന്നുള്ള കാര്യം തെളിയിക്കണം. അപ്പൊ എല്ലാവരും ശ്രദ്ധിച്ചോ. ആദ്യം ഞാൻ ചെയ്യുന്നത് എന്താണെന്നറിയോ? ജോയിൻ CD, സിയും ഡിയും എന്താക്കുക? യോജിപ്പിക്കുക. അങ്ങനെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്ത് കിട്ടും? അങ്ങനെ യോജിപ്പിച്ച് കഴിഞ്ഞാൽ രണ്ട് ട്രയാങ്കിൾ കിട്ടും. ഓക്കെ, ഈ കാണുന്ന D എന്ന് പറയുന്നത് മധ്യബിന്ദു ആണ് എന്ന് തെളിയിക്കാൻ, ശ്രദ്ധിച്ചോ, D എന്ന് പറയുന്നത് മധ്യബിന്ദു ആണ് എന്ന് തെളിയിക്കാൻ നമ്മൾ ചെയ്യേണ്ടത് എന്താ? D മധ്യബിന്ദു ആകണമെങ്കിൽ നമ്മൾ തെളിയിക്കേണ്ടത്, എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ, AD എന്ന് പറയുന്നതും BD എന്ന് പറയുന്നതും ഈക്വൽ ആണെന്ന് കാണിക്കണം അല്ലേ? D മധ്യബിന്ദു ആണെങ്കിൽ AD എന്ന് പറയുന്നതും BD എന്ന് പറയുന്നതും ഈക്വൽ ആണെന്ന് കാണിക്കണം. അതിനൊരു പരിപാടിയുണ്ട്, ശ്രദ്ധിച്ചോ. ഇവിടെ രണ്ട് ട്രയാങ്കിൾ ഉണ്ട്. ഏതൊക്കെയാ? ഈ ട്രയാങ്കിൾ ADC ആൻഡ് ട്രയാങ്കിൾ BDC. ഈ രണ്ട് ട്രയാങ്കിൾ നമുക്ക് നോക്കാം. ട്രയാങ്കിൾ ADCയിലും ട്രയാങ്കിൾ BDCയിലും ഈ രണ്ട് ട്രയാങ്കിൾ നോക്കിക്കഴിഞ്ഞാൽ അത് രണ്ടും ഈക്വൽ ആണെന്ന് തെളിയിച്ചാൽ പോരെ. ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ആണെന്ന് തെളിയിച്ചാൽ പോരെ. നോക്കിക്കോ, AC എന്ന് പറയുന്നത് BCക്ക് ഈക്വൽ ആണ്. AC എന്താണ്? BCക്ക് ഈക്വൽ ആണ്. ഓക്കെ, ഇനി എല്ലാവരും ഇവിടെ ശ്രദ്ധിച്ചോ. ACയും BCയും ഈക്വൽ ആയതുകൊണ്ട് തന്നെ ആംഗിൾ A എന്ന് പറയുന്നത് ആംഗിൾ Bക്ക് ഈക്വൽ അല്ലേ? ആംഗിൾ Aയും ആംഗിൾ Bയും ഈക്വൽ, ഐസോസിലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഇത് തന്നിട്ടുണ്ട്. AC ഈസ് ഈക്വൽ ടു BC തന്നിട്ടുണ്ട്, അതുകൊണ്ട് ഗിവൺ. മലയാളത്തിലാണ് നമ്മൾ എന്ത് ചെയ്തു? തന്നിട്ടുണ്ട്. ഓക്കെ, തന്നിട്ടുണ്ട്. അങ്ങനെ ഐസോസിലസ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ആംഗിൾ Aയും ആംഗിൾ Bയും ഈക്വൽ ആണ്. പിന്നെ നിങ്ങൾ പഠിക്കേണ്ട ഒരു കാര്യമുണ്ട്. ഒരു സർക്കിളിനകത്ത്, മക്കളെ ശ്രദ്ധിച്ചേ, ഒരു സർക്കിളിനകത്ത് നിങ്ങൾ ഡയമീറ്ററിന്റെ രണ്ടറ്റത്തെയും സർക്കിളിലെ ഒരു പോയിന്റിലേക്ക് ജോയിൻ ചെയ്താൽ ആ കാണുന്ന ആംഗിൾ എത്രയായിരിക്കും? 90 ഡിഗ്രി ആയിരിക്കും. ആംഗിൾ ADC എന്ന് പറയുന്നതും
ആംഗിൾ ബി ഡി സി എന്ന് പറയുന്നതും എത്രയാണ്? 90 ഡിഗ്രി. അതായത് സർക്കിളിന്റെ ഡയമീറ്ററിനെ സർക്കിളിലെ ഒരു പോയിന്റുമായി ജോയിൻ ചെയ്താൽ നമുക്ക് കിട്ടുന്ന ആംഗിൾ എന്ന് പറയുന്നത് 90 ഡിഗ്രി ആയിരിക്കും. സോ ഈ കാണുന്ന ആംഗിൾ 90 ഡിഗ്രി, ഇപ്പുറത്താണെങ്കിൽ ഈ കാണുന്ന ആംഗിൾ 90 ഡിഗ്രി. ഓക്കെ, ഈ രണ്ട് ആംഗിൾ 90 ആണെന്ന് കിട്ടി. രണ്ട് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ ഈക്വൽ ആയിരിക്കില്ലേ? രണ്ട് ആംഗിൾ, കാരണം ആംഗിൾ ഇൻ എ സെമി സർക്കിൾ നിങ്ങൾ പഠിച്ചിട്ടുള്ള കാര്യമാണ്. ആംഗിൾ ഇൻ എ സെമി സർക്കിൾ, കാരണം ഡയമീറ്ററിന്റെ എൻ പോയിന്റ്സിനെ ജോയിൻ ചെയ്യുമ്പോൾ കിട്ടുന്ന ആംഗിളാ അത് എത്രയാണ്? 90 ഡിഗ്രി. അർദ്ധവൃത്തത്തിലെ കോൺ, അർദ്ധവൃത്തത്തിലെ കോൺ, അതാണ് നമ്മുടെ റീസൺ. ഓക്കെ, ഇത്രയും നിങ്ങൾക്ക് ഓക്കെ ആണോ? നമുക്ക് തെളിയിക്കേണ്ടത് എന്താണ്? ഈ രണ്ട് ട്രയാങ്കിളും ഈക്വൽ ട്രയാങ്കിൾസ് ആണെന്ന് തെളിയിക്കണം. അതിൽ നമുക്ക് ഒരു സൈഡ് മാത്രം ഈക്വൽ ആണെന്ന് അറിയാം. ഈ കാണുന്ന സൈഡും ഈ കാണുന്ന സൈഡും ഈക്വൽ ആണ് അല്ലേ? അതേസമയം ഇപ്പൊ രണ്ട് ആംഗിളുകൾ ഈക്വൽ ആണെന്ന് കിട്ടിയില്ലേ? രണ്ട് ആംഗിൾ ഈക്വൽ ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ ആയിട്ടുള്ള ആംഗിൾ എ സി ഡി ഇസ് ഈക്വൽ ടു ആംഗിൾ ബി സി ഡി. കാരണം എന്താ? ആംഗിൾസ് മൂന്നും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രിയാണ്. അപ്പൊ രണ്ട് ആംഗിളുകൾ ഈക്വൽ ആണെങ്കിൽ മൂന്നാമത്തേതും ഈക്വൽ ആയിരിക്കും. മൂന്നാമത്തെ ആംഗിളും ഈക്വൽ. അങ്ങനെ മൂന്ന് ആംഗിൾസ് ഈക്വൽ എന്ന് കിട്ടി അല്ലെ? ഒരു സൈഡും അതിനറ്റത്തുള്ള ആംഗിൾസും ഈക്വൽ. ഒരു സൈഡും അതിനറ്റത്തുള്ള ആംഗിൾസും ഈക്വൽ ആണെങ്കിൽ നമുക്ക് പറയാം ട്രയാങ്കിൾ എ ഡി സി ഈക്വൽ ടു ട്രയാങ്കിൾ ബി ഡി സി. ഓക്കെ, എ ഡി സി എന്ന് പറയുന്ന ട്രയാങ്കിൾ ബി ഡി സിക്ക് ഈക്വൽ ആണ്. അങ്ങനെ ഈക്വൽ ട്രയാങ്കിൾസ് ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം? therefore AD is equal to BD. ADയും BDയും അതുകൊണ്ട് തുല്യമാണ്. ADയും BDയും തുല്യമാണെങ്കിൽ therefore D is the midpoint. D എന്താണ്? D എന്ന് പറയുന്നത് ഒരു മധ്യബിന്ദുവാണ്. D എന്താണെന്ന് പറയാം? D ഒരു മധ്യബിന്ദുവാണ്. D മധ്യബിന്ദുവാണ്. D എന്താണ്? മധ്യബിന്ദുവാണ്. അത് വളരെ സിമ്പിൾ ആയിട്ട് മക്കളെ നിങ്ങൾക്ക് തെളിയിക്കാൻ പറ്റും. ഓക്കെ, അടിപൊളിയായിട്ട് തെളിയിക്കാം. രണ്ട് പ്രൂഫ് നമ്മൾ പഠിച്ചേ. ഇനി മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് വരുമ്പോ ഇവിടെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിക്കണം. വളരെ പ്രധാനപ്പെട്ടതാണ്. ഞങ്ങൾക്ക് അടിപൊളിയായിട്ട് പറഞ്ഞുതരാം. ഈ കാണുന്ന ചിത്രത്തിൽ നിങ്ങൾക്ക് രണ്ട് ഞാണുകൾ കാണാം. ഞാണ് എന്ന് പറഞ്ഞാൽ, കോഡ് എന്ന് പറഞ്ഞാൽ സർക്കിളിലെ രണ്ട് പോയിന്റിനെ ജോയിൻ ചെയ്യുന്ന ലൈൻ. ഇപ്പോൾ എ ഡി എന്ന് പറയുന്നതും എ ബി എന്ന് പറയുന്നതും സി ഡി എന്ന് പറയുന്നതും പരസ്പരം ലംബമായിട്ടുള്ള ഞാണുകളാണ്. പരസ്പരം ലംബം എന്ന് പറഞ്ഞാൽ പരസ്പരം പെർപെൻഡിക്കുലർ ആയിട്ടുള്ളത്, തമ്മിലുള്ള ആംഗിൾ 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് തെളിയിക്കാൻ പറഞ്ഞിട്ടുള്ളത് ഈ കാണുന്ന ആർക്കിലെ എ പി സി, അതേപോലെ ബി ക്യു ഡി, എ പി സിയും ബി ക്യു ഡിയും ഈ രണ്ട് ആർക്കുകൾ ചേർത്ത് വെച്ചാൽ സെമി സർക്കിൾ കിട്ടുമെന്നാണ് തെളിയിക്കേണ്ടത്. എന്താ തെളിയിക്കേണ്ടത്? ഈ രണ്ട് ആർക്കുകൾ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ സെമി സർക്കിൾ കിട്ടുമെന്ന് തെളിയിക്കണം. ഓക്കെ, ഈ രണ്ട് പച്ച കളറിൽ ഞാൻ ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള കഷ്ണങ്ങളില്ലേ സർക്കിളിന്റെ, അതിനാണ് ആർക്കുകൾ എന്ന് പറയുന്നത്. ആ ആർക്കുകൾ ചേർത്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും തെളിയിക്കണം? സെമി സർക്കിൾ കിട്ടുമെന്നാണ് തെളിയിക്കേണ്ടത്. സെമി സർക്കിൾ. എല്ലാവരും ശ്രദ്ധിച്ചോ. അടിപൊളിയായിട്ട് നമുക്ക് തെളിയിക്കാൻ പറ്റും. എങ്ങനെ ചെയ്യും നോക്കിക്കോ. എല്ലാവരും കൃത്യമായിട്ട് ശ്രദ്ധിച്ചോ. അതിനുവേണ്ടി ഞാൻ ഈ കാണുന്ന രണ്ടും ജോയിൻ ആവുന്ന പോയിന്റിന് ഇ എന്ന് പേര് കൊടുത്തു. ഓക്കെ, ഇ എന്ന് പറയുന്ന ലൈനിലാണ് എ ബിയും സി ഡിയും കൂട്ടിമുട്ടുന്നത്. എന്നിട്ട് ഞാൻ എന്ത് ചെയ്യുന്നു?
ജോയിൻ AD. എയും ഡിയും ഞാൻ അങ്ങോട്ട് ജോയിൻ ചെയ്യുന്നു. എയും ഡിയും ഞാൻ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവരും ശ്രദ്ധിച്ചേ, എയും ഡിയും ജോയിൻ ചെയ്തു. എയും ഡിയും എന്താക്കുക? യോജിപ്പിക്കുക. എയും ഡിയും യോജിപ്പിക്കുക. അങ്ങനെ AD യോജിപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ട്രയാങ്കിൾ കിട്ടും. ഇൻ ട്രയാങ്കിൾ AED, ത്രികോണം AEDയിൽ ഞാൻ എന്തെടുക്കുന്നു? ആംഗിൾ D എന്ന് പറയുന്നത് നമുക്കറിയില്ല, അത് ഞാൻ X ആണെന്ന് എടുത്തു. ലെറ്റ് ആംഗിൾ D ഈക്വൽ ടു X. അത് X ആയാൽ, ആംഗിൾ D X ആയാൽ നമുക്കറിയാം ആംഗിൾ AED എന്ന് പറയുന്നത് എത്രയാണ്? 90 ഡിഗ്രി. ആംഗിൾ AED 90 ഡിഗ്രി. അങ്ങനെയാണെങ്കിൽ മക്കളെ എല്ലാവരും ചോദിച്ചോ, വാട്ട് ഈസ് ദ മെഷർ ഓഫ് ആംഗിൾ A? Therefore ആംഗിൾ A ഒന്ന് 90, ഒന്ന് X ആണെങ്കിൽ മൂന്നാമത്തെ ആംഗിൾ 90 മൈനസ് X അല്ലേ? 90 മൈനസ് X. അതിൽ ഒരു സംശയമില്ല, അതിൽ ഒരു ഡൗട്ടും വേണ്ട. അങ്ങനെയാണെങ്കിൽ നമുക്ക് തെളിയിക്കേണ്ടത് ഈ കാണുന്ന രണ്ട് ആർക്കുകൾ ചേർന്ന് കഴിഞ്ഞാൽ സെമി സർക്കിൾ കിട്ടുന്നതാണ് അല്ലെ? രണ്ട് ആർക്കുകൾ ചേർന്ന് കഴിഞ്ഞാൽ സെമി സർക്കിൾ കിട്ടുമെന്നുള്ളതാണ് നമുക്ക് തെളിയിക്കേണ്ടത്. അതെങ്ങനെ തെളിയിക്കുന്നറിയോ? എല്ലാരും ശ്രദ്ധിച്ചോ. സർക്കിളിന്റെ സെന്റർ ഞാൻ അടയാളപ്പെടുത്തുന്നു. സർക്കിളിന്റെ സെന്റർ ആണ് O. സർക്കിളിന്റെ സെന്റർ ആണ് O. ഓക്കെ, ഈ രണ്ട് ആർക്കിന്റെയും സെൻട്രൽ ആംഗിൾ, ഇവിടെ A എന്ന് മാത്രം പറഞ്ഞാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ആകും. സോ അതിന്റെ പേര് ഞാൻ ചെറുതായിട്ടൊന്ന് മാറ്റുന്നുണ്ട്. ആംഗിൾ DAB. DAB അഥവാ DAE. DAB എന്ന് പറയുന്നത് തന്നെയാണ് DAE. ഈ കാണുന്ന ആംഗിൾ 90 മൈനസ് X ആണ്. ഓക്കെ, അപ്പോ APC എന്ന് പറയുന്ന ആർക്കിന്റെ സെൻട്രൽ ആംഗിൾ AOC എന്ന് പറയുന്നത് എത്രയായിരിക്കടാ? ഈ കാണുന്ന ആംഗിൾ X ആണെങ്കിൽ അതിന്റെ ഡബിൾ അല്ലേ? ആർക്കിന്റെ രണ്ടറ്റങ്ങൾ മുകളിലേക്ക് കൊണ്ടുപോയി ആർക്കിൽ മുട്ടിക്കുമ്പോൾ ഉണ്ടാകുന്ന ആംഗിൾ, മറ്റേ ആർക്കിൽ ഉണ്ടാക്കുന്ന ആംഗിൾ X ആണെങ്കിൽ അത് സെൻട്രൽ ഉണ്ടാക്കുന്ന ആംഗിൾ എത്രയാ? അതിന്റെ ഡബിൾ, Xന്റെ ഡബിൾ 2x അല്ലേ? ആണ്, സംശയം വേണ്ട. ഇനി അടുത്ത ശ്രദ്ധിച്ചോ, അടുത്ത കാര്യം ഇത് ജോയിൻ ചെയ്യണം. നോക്കിക്കേ, ആംഗിൾ DOB എന്ന് പറയുന്നത് എത്രയായിരിക്കും? DABന്റെ ഇരട്ടി. DAB എന്ന് പറയുന്നതിന്റെ ഇരട്ടി ആയിരിക്കും, ശരിയല്ലേ? DAB ഈ കാണുന്ന ആംഗിൾ എത്രയാണോ അതിന്റെ ഇരട്ടി അല്ലേ? അതല്ലേ ലോജിക്? 2 into 90 minus X. DABന്റെ ഇരട്ടിയാണ് DOB. That is equal to 180. 2 into 90 180 minus 2 into X 2X minus 2X. അങ്ങനെയാണെങ്കിൽ നിങ്ങൾ നോക്കിക്കോ, ഈ രണ്ട് ആർക്കുകളുടെ സെൻട്രൽ ആംഗിൾ കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാകും? 180 ആണെങ്കിലാണ് സെമി സർക്കിൾ അല്ലേ? സോ നമ്മൾ അതന്നെ എഴുതി വെച്ചാൽ മതി. ആംഗിൾ AOC പ്ലസ് ആംഗിൾ DOB is equal to 2X plus 180 minus 2X. That is equal to 2X ഉം 2X ഉം ക്യാൻസൽ ചെയ്ത് കഴിഞ്ഞാൽ 180 ഡിഗ്രി അല്ലേ? അതിന്റെ രണ്ടിന്റെ സെൻട്രൽ ആംഗിൾ കൂട്ടിയാൽ 180 ഡിഗ്രി കിട്ടും. Therefore they together form a semicircle. അവര് ഒന്നിച്ച് എന്തുണ്ടാക്കും? ഒരു സെമി സർക്കിൾ, ഒരു അർദ്ധവൃത്തം ഉണ്ടാക്കും. ഓക്കെ,
കാരണം എന്താ, സെൻട്രൽ ആംഗിൾ എത്രയാണെന്ന് കിട്ടി. സെൻട്രൽ ആംഗിൾ എന്ന് പറയുന്നത് 360 ആണോ? അല്ല, 180 ആണ്. 180 ആണെങ്കിൽ സെമി സർക്കിൾ ആണെന്ന് പറയാം. ഓക്കെ, അതും നിങ്ങൾക്ക് ക്ലിയർ ആണെന്ന്, സെറ്റ് ആണെന്ന് വിചാരിക്കുന്നു. ഇനി ഒറ്റൊരു ക്വസ്റ്റ്യൻ കൂടെ ചെയ്തു നോക്കാം. എല്ലാവരും റെഡി ആണെന്ന് വിചാരിക്കുന്നു. ശ്രദ്ധിച്ചേ, നമ്മൾ പഠിച്ച കാര്യം എന്ന് പറയുന്നത്, എല്ലാവരും ശ്രദ്ധിച്ചോ. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെങ്കിൽ ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിയാൽ എത്രയാണെന്നാണ് നിങ്ങൾ പഠിച്ചിട്ടുള്ളത്? സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ എത്ര ഡിഗ്രി ആണെന്ന് പഠിച്ചിട്ടുണ്ട്? നമ്മളെല്ലാവരും പഠിച്ചിട്ടുള്ള ഐഡിയ ആണ്. സൈക്ലിക് ക്വാഡ്രിലാറ്ററൽ ആണെങ്കിൽ അതിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി ആണ്. ഓക്കെ, സൈക്ലിക് ക്വാഡ്രിലാറ്ററലിന്റെ ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടി എത്രയാ? 180 ഡിഗ്രി. അതുകൊണ്ട് എല്ലാവരും ഇതിന്റെ പേര് ഞാൻ കൊടുക്കുകയാണ്. ABCD. ഓക്കെ, ABCD. ഇതില് ഒരു മൂലയിലുള്ള അകം കോണ് എതിർ മൂലയിലുള്ള പുറം കോണിന് ഈക്വൽ ആണെന്ന് തെളിയിക്കണം. അതായത് ഇപ്പൊ ഈ കാണുന്ന AB എന്ന് പറയുന്ന സൈഡിനെ ഞാനൊന്ന് നീട്ടി വരച്ചാൽ, AB എന്ന് പറയുന്ന സൈഡിനെ ഞാനൊന്ന് നീട്ടി വരച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇവിടെ ഒരു ആംഗിൾ കിട്ടും. ഈ ആംഗിൾ ആണ് ആംഗിൾ CBE അല്ലേ? നമുക്കറിയാം ആംഗിൾ ഡിയും ആംഗിൾ ABCയും കൂടെ കൂട്ടിയാൽ എത്രയാണ്? 180 ഡിഗ്രി അല്ലേ? ഓപ്പോസിറ്റ് ആംഗിൾ, ഈ കാണുന്ന ആംഗിളും കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാ? 180 ഡിഗ്രി. കാരണം ABCD സൈക്ലിക് ആണ്. സൈക്ലിക് ആയതുകൊണ്ട്, ചക്രീയമായതുകൊണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിക്കഴിഞ്ഞാൽ 180 ഡിഗ്രി ആയിരിക്കും. ABCD ചക്രീയ ചതുർഭുജമാണ്. ABCD എന്താണ്? ഒരു ചക്രീയ ചതുർഭുജമായതുകൊണ്ട് ഓപ്പോസിറ്റ് ആംഗിൾസ് കൂട്ടിയാൽ എത്രയായിരിക്കും? 180 ഡിഗ്രി ആയിരിക്കും, സംശയമില്ല. ഇനി ഈ കാണുന്ന ആംഗിളും കൂടെ കൂട്ടിയാൽ എത്രയാടാ? ആലോചിച്ച് നോക്ക്. ആംഗിൾ, എല്ലാവരും ചോദിച്ചേ, ആംഗിൾ ABC. കാരണം എന്തുകൊണ്ട് അങ്ങനെ ബി എന്ന് മാത്രം പേര് കൊടുക്കാത്തെ? ബി എന്ന് പറയുന്ന മൂലയിൽ 2 ആംഗിൾസ് ഉണ്ട്, അതുകൊണ്ടാണ് ബി എന്ന് മാത്രം പേര് കൊടുക്കാതെ ABC പ്ലസ് ആംഗിൾ CBE ഈസ് ഈക്വൽ ടു 180 ഡിഗ്രി. ആംഗിൾ ABCയും ആംഗിൾ CBയും കൂട്ടിക്കഴിഞ്ഞാൽ എത്രയാണ്? 180 ഡിഗ്രി. ഈ 2 ഇക്വേഷൻസിനും ഞാൻ നമ്പർ കൊടുക്കുന്നു. ഇതിന് ഞാൻ 1 എന്ന് നമ്പർ കൊടുക്കുന്നു, ഇതിന് ഞാൻ 2 എന്ന് നമ്പർ കൊടുക്കുന്നു. ഈ 2 ഇക്വേഷൻ, ഇതിലെ കാരണം എന്താ? ലീനിയർ പെയർ അല്ലെ? അടുത്തടുത്തുള്ള ആംഗിൾസ് ലീനിയർ പെയർ അഥവാ രേഖീയ ജോഡി ആയതുകൊണ്ട് അത് രണ്ടും കൂടെ കൂട്ടിയാൽ 180 ഡിഗ്രി ആണ്. ശേഷം നമുക്ക് കിട്ടാൻ പോകുന്ന കാര്യം എന്ന് പറയുന്നത്, എല്ലാവരും ശ്രദ്ധിച്ചോ, ഇവിടെ കമ്പയർ ചെയ്യുന്ന സമയത്ത് റൈറ്റ് സൈഡിൽ 180 ഡിഗ്രി അല്ലേ? റൈറ്റ് സൈഡിൽ 180 ഡിഗ്രി. 2 സൈഡിലും ലെഫ്റ്റിൽ നോക്കിക്കഴിഞ്ഞാൽ 2 ഇക്വേഷനിലും ലെഫ്റ്റിൽ ആംഗിൾ ABC ഉണ്ട് അല്ലേ? ബാക്കി എന്താ ഉള്ളത്? ആംഗിൾ ABCനോട് D കൂട്ടിയാലും ആംഗിൾ ABCനോട് CBE കൂട്ടിയാലും 180 ഡിഗ്രി ആണ്. സോ ഇത് രണ്ടും അനുസരിച്ച് നമുക്ക് എന്ത് പറയാം? Therefore ആംഗിൾ D is equal to ആംഗിൾ CBE. അതായത് ഒരു മൂലയിലുള്ള അകംകോൺ എത്രയാണോ അത് തന്നെയാണ് എതിർമൂലയിലുള്ള പുറം കോൺ എന്ന് പറയുന്നത്. ഒരു മൂലയിലുള്ള അകംകോൺ എത്രയാണോ അത് തന്നെയാണ് എതിർമൂലയിലുള്ള പുറം കോൺ. ഒരു വെർട്ടെക്സിലുള്ള ഇന്നർ ആംഗിൾ എത്രയാണോ അത് തന്നെയാണ് ഓപ്പോസിറ്റ് വെർട്ടെക്സിലെ ഔട്ടർ ആംഗിൾ. എപ്പോൾ? ക്വാഡ്രിലാറ്ററൽ സൈക്ലിക് ആകുമ്പോൾ. അങ്ങനെയാണെങ്കിൽ
മക്കളെ ചോദ്യം ഇത്രയേ ഉള്ളൂ. ഈ കാണുന്ന ആംഗിളിന്റെ മെഷർ 75 ഡിഗ്രി ആണെങ്കിൽ ഈ കാണുന്ന ആംഗിളിന്റെ മെഷർ എത്ര ഡിഗ്രി ആയിരിക്കുമെന്ന് നിങ്ങൾ കമന്റ് ചെയ്യുക. ഈ ഒരു ക്ലാസ് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ക്ലാസ്സുകൾക്കായിട്ട് നിങ്ങൾ ചെയ്യേണ്ട കാര്യം സൈലത്തിന്റെ അസ്ത്ര ബാച്ചിൽ ജോയിൻ ചെയ്യുക. മുഴുവൻ ചോദ്യങ്ങളും മുഴുവൻ കോൺസെപ്റ്റുകളും ഒക്കെ നമുക്ക് അവിടെ ഡിസ്കസ് ചെയ്യാം. വീണ്ടും കാണാം. അതുവരേക്കും ബൈ ബൈ.